നീണ്ടകരയിൽ കാണാതായ മത്സ്യത്തൊഴിലാളിക്കായി കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഇന്ന് വീണ്ടും തെരച്ചിൽ നടത്തും. രാവിലെ 11:30 കൊച്ചിയിൽ നിന്നും തിരിക്കുന്ന ഹെലികോപ്റ്റർ 12:30 വള്ളിക്കാവിൽ അമൃതാനന്ദമയി മഠം തയ്യാറാക്കിയ ഹെലിപാഡിൽ ഇറങ്ങും. തുടർന്ന് തെരച്ചിലിനായി നീണ്ടകരയിലേക്ക് പുറപ്പെടും. മനോജ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. മനോജ്, ഇത് ഏതാണ്ട് 2 ആഴ്ചയിലേക്ക് എത്തുകയാണ് ഈ ഗൗതമിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ. ഇന്ന് എപ്പോഴാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ വള്ളിക്കാവിൽ എത്തുക? മറ്റു വിശദാംശങ്ങൾ പറയും. ഗൗതം 11:30 കൊച്ചിയിൽ നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ തിരിക്കുമെന്നുള്ളതാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ 12:30 ഈ വള്ളിക്കാവിലെ അമൃതാനന്ദമയി മഠം തയ്യാറാക്കിയിട്ടുള്ള ഹെലിപാഡിലാണ് ഇറങ്ങുക. ഈ ഹെലിപാഡിന്റെ നിർമ്മാണ ഘട്ടം നമുക്കറിയാം. അത്യാവശ്യമായും ഒരു സൗകര്യം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ, അതായത് ഈ ഗൗതം കൃഷ്ണയെ കാണാതായി പിന്നീട് അത് വലിയ പ്രതിഷേധത്തിലേക്ക് വഹിച്ചു. അമ്മയ്ക്ക് ഗൗതത്തെ കണ്ടെത്താനുള്ള ഒരു സഹായം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നുള്ള ആവശ്യമിരുന്നു. അതേസമയം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ അമ്മയുമായി സംസാരിച്ചിരുന്നു, അടിയന്തര ഇടപെടൽ നടത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാവികസേനയും അതോടൊപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെയും സേവനം ഉറപ്പാക്കിയത്. എന്നാൽ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ആദ്യം ഒക്കെ തന്നെ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ഈ ഇന്ധനത്തിന്റെ പ്രശ്നം കാരണം, അതായത് കൊച്ചിയിൽ നിന്നും ഇന്ധനം നിറച്ച് ഇങ്ങോട്ടേക്ക് എത്തുന്ന ഹെലികോപ്റ്ററിന് അധിക നേരം നിൽക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു ഒരു സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നം. എന്നാൽ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യിപ്പിക്കാനുള്ള സംവിധാനങ്ങളാണ്. അപ്പോൾ അതിനുവേണ്ട അടിയന്തര ഇടപെടൽ അത് കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശാനുസരണം അമൃതാനന്ദമയി മഠം ചെയ്തു എന്നുള്ളതാണ്. അതായത് ഒറ്റ രാത്രി കൊണ്ടാണ് ഈ ഹെലിപാഡ് നിർമ്മിച്ചത്. അതിനുവേണ്ടി ഏറെ പ്രയത്നിച്ച ഒരുപാട് പേരുണ്ട്. അങ്ങനെ ഈ അമൃതപുരി ക്യാമ്പസിന് സമീപം ഇത്തരത്തിലൊരു ഹെലിപാഡ് ഒരുങ്ങി. ആ ഹെലിപാഡിലേക്കാണ് ഇന്ന് ഈ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ പറന്നിറങ്ങുന്നത്. ഈ ഹെലികോപ്റ്ററിൽ ആവശ്യമായ രീതിയിൽ ഈ നീണ്ടകരയിലും അതോടൊപ്പം തന്നെ മുതലപ്പുഴയിലും തിരച്ചിൽ നടത്തുമെന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഹെലികോപ്റ്റർ തിരിക്കും. അതിനുവേണ്ട നടപടിക്രമങ്ങളാണ് തുടർന്നു വരുന്നത്. ഓക്കെ, എന്തായാലും തെരച്ചിലിനായി അല്പസമയത്തിനകം തന്നെ ഹെലികോപ്റ്റർ കൊച്ചിയിൽ നിന്ന് തിരിക്കും. മാതാ അമൃതാനന്ദമയി മഠമാണ് അവിടെ ഈ തെരച്ചിലിനായി ഹെലികോപ്റ്ററിന് ഇറങ്ങുവാൻ ഒറ്റ ദിവസം കൊണ്ട് ഒരു ഹെലിപാഡ് ഉണ്ടാക്കിയെടുത്തത്. ആ ഹെലിപാഡിലാണ് കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ ഇറങ്ങുക. അതിനുശേഷം പിന്നീട് തിരച്ചിൽ നടത്തേണ്ട സ്ഥലങ്ങളിലേക്ക് പോകും. മനോജ് വിവരങ്ങൾ നൽകുകയായിരുന്നു.